ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ പസിൽ മാനിയ. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പസിൽ മാനിയയുടെ 6th എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി 5th എപ്പിസോഡിന്റെ ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ബിലോ ഈസ് എ പാർഷ്യൽ മാജിക് സ്ക്വയർ യൂസിംഗ് ദ നമ്പേഴ്സ് 1 to 16. The rows, columns and diagonals must each total the same sum. Okay. Place the final 4 numbers in the appropriate squares. അപ്പോൾ കൃത്യമായിട്ട് നോക്കാം. ഇവിടെ ഒരു 4x4 സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 16 നമ്പേഴ്സ് 1 മുതൽ 16 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾ അത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഒരു മാജിക് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഏതൊരു റോ എടുത്തു കഴിഞ്ഞാലും ഏതൊരു കോളം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഏതൊരു ഡയഗണൽ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരേ സമ്മ് തന്നെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 നമ്പേഴ്സ് കൊടുത്തിട്ടില്ല. ആ 4 നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ആ ഒരു ഓർഡർ തന്നെ കൃത്യമായിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 1 മുതൽ 16 വരെയുള്ള നമ്പേഴ്സ് ആണ് നിറയ്ക്കേണ്ടത് എന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇല്ലാത്തത് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഹിറ്റ് ആൻഡ് ട്രയൽ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണ് ആദ്യം വിട്ടുപോയിട്ടുള്ളത് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പോൾ 1 അവിടെ ഉണ്ട്, നെക്സ്റ്റ് 2 ഉണ്ട്, 3 അവിടെ ഇല്ല അല്ലെ? അപ്പൊ ഫസ്റ്റ് 3 നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി 4 വരുന്നുണ്ട്, 5 അവിടെ ഇല്ല, അപ്പൊ 5 നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 6 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, നെക്സ്റ്റ് 8 ഉണ്ട്, 9 ഉണ്ട്, 10, 11, 12 വരുന്നില്ല, അപ്പൊ 12 കൊടുക്കാം. ഇനി 13 ഉണ്ടോ? യെസ്, 13 വരുന്നുണ്ട്. അടുത്തത് 14 വരുന്നില്ല, 15 ഉണ്ട്, 16 ഉണ്ട്. അപ്പൊ അടുത്തൊരു നമ്പർ 14 ആണ്. അപ്പൊ ഈ ഒരു 4 നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ ആ ഒരു 4 സ്ക്വയേഴ്സിലായിട്ട് അല്ലെങ്കിൽ 4 പൊസിഷൻസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അവിടെ ഫില്ലപ്പ് ചെയ്യാനുള്ളത്. ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കുക, 1 മുതൽ 16 വരെ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടി സം എത്രയായിരിക്കും വരുന്നുണ്ട്? അതായത് 1 മുതൽ 16 വരെ നമ്മൾ ഓരോ നമ്പേഴ്സും ആഡ് ചെയ്ത് പോവാണ്. അതിന്റെ സം എത്രയായിരിക്കും വരുന്നുണ്ടാവുക? അതായത് ഈ ഒരു ടോട്ടൽ നമ്പേഴ്സിന്റെ സം എത്രയായിരിക്കും വരുന്നുണ്ടാവുക? നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കാണുക? n into n+1 divided by 2. That means 16 into n+1, 17 divided by 2. So 16 divided by 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 into 17, that means 136 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? അവിടെ ആ ഒരു സമ്മ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ 136 സമ്മ് വരാ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലുള്ള എല്ലാ നമ്പേഴ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 136 വരണം. അങ്ങനെയാണെങ്കിൽ ഒരു റോയിലുള്ള നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു കോളത്തിലുള്ള നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു ഡയഗണലിലുള്ള നമ്പേഴ്സിന്റെ ഒക്കെ സമ്മ് നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? ജസ്റ്റ് 136 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 34 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യണം നിർബന്ധമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് റോയും അതുപോലെ തന്നെ കോളം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്, അതായത് ഫുൾ നമ്പേഴ്സ് ആയിട്ടുള്ളതിനുണ്ട്. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ആഡ് ചെയ്താൽ ഇപ്പോൾ ഇവിടെ നോക്കുക, 16 + 9 എന്ന് പറയുന്നത് 25 ആണ്, 25 + 2 എന്ന് പറയുന്നത് 27 ആണ്, 27 + 7 34 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ തരാത്തൊരു മാജിക് സ്ക്വയർ ആണെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും കൊണ്ടും കൂടിയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ നിങ്ങൾക്ക് കാണാം എന്നുള്ള കാര്യം ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് സ്പെസിഫിക്കലി അങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യവും എന്ത് ചെയ്യുന്നില്ല, അവിടെ ആക്ച്വലി വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഓരോ റോ ആഡ് ചെയ്താലും ഓരോ കോളം ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഓരോ ഡയഗണൽ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് 34 കൃത്യമായിട്ട് സമ്മ് വരണം. ഇനി ഇപ്പൊ ഈ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് നമുക്ക് 34 സമ്മ് വരണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു നമ്പർ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ നോക്കാം, 13 + 6 എന്ന് പറയുന്നത് 19 ആണ്. 13 + 6 19 ആണ്. അപ്പോൾ 34 - 19 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ എ പ്ലസ് ബി നമുക്ക് എത്ര വരണം? 15 വരണം. അപ്പൊ 2 നമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് 15 വരണമെങ്കിൽ അതിന്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാവാം? 3ഉം 12ഉം മാത്രമേ ആവാൻ പറ്റുള്ളൂ. അപ്പൊ 5 ആയിട്ട് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഇതിന് ആവാൻ പറ്റുമോ? ഇല്ല, 3ഉം 12ഉം മാത്രമേ ആവാൻ പറ്റുള്ളൂ. അപ്പൊ എ 3 ആണെന്ന് നമുക്കറിയോ? അറിയില്ല. എ മേ ബി 3 ആവാം, അല്ലെങ്കിൽ ബി 3 ആവാം. പക്ഷേ എയും ബിയും എന്താണ്? 3, 12 ഇതിൽ ഏതൊരു നമ്പേഴ്സ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 3ഉം അതുപോലെ തന്നെ 12ഉം ആണ്. ഇനി നമുക്ക് സിയും ഡിയും, അതായത് സി പ്ലസ് ഡി എത്രയാണ് വരാന്നുള്ളത് എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കി നോക്കാം. സി പ്ലസ് ഡി എത്രയാണ് വരാന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പൊ 11 + 4 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 34 - 15 എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, 19 ആണ് ഇവിടെ കൃത്യമായിട്ട്. ബാക്കിയുള്ള 2 നമ്പേഴ്സ് 14ഉം അതുപോലെ തന്നെ 5ഉം ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ പ്ലസ് സി കാണണം.
അതായത് ഈ രണ്ട് നമ്പേഴ്സ് കാണണം, എ പ്ലസ് സി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക, എ പ്ലസ് സി എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 9 + 8 എന്ന് പറയുന്നത് 17 ആണ്. 17 + 17 ആണ് 34 വരുന്നുണ്ടായിരിക്കുക. സോ എ പ്ലസ് സി കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 17 വരണം. 17 വരണമെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി നോക്കാം. 3ഉം 14ഉം ഓക്കെ ആണ്, 5ഉം 12ഉം എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി എ 3 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എ 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്തു, അങ്ങനെയാണെങ്കിൽ സി എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ സി 14 ആയിരിക്കും. ഓക്കെ, എ 3 ആണെങ്കിൽ സി 14 ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ കേസ് എക്ക് നമുക്ക് 5 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എക്ക് നമുക്ക് 12 കൊടുക്കാൻ പറ്റുമോ? എക്ക് നമുക്ക് 12 കൊടുത്തു നോക്കാം. എക്ക് 12 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്ക് എത്ര വരണം? സിക്ക് 5 വരണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ രണ്ട് കേസസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ എന്റെ പകരം നമ്മൾ ഫസ്റ്റ് ഇതൊരു കേസിൽ എന്താ കൊടുക്കുന്നത്? 3 ആണ് കൊടുക്കുന്നത്. എന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് 3 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിന്റെ കേസിൽ എന്താ വരിക? 12 ആണ് വരിക. ഇനി സിന്റെ കേസിൽ നമ്മൾ എന്താ എടുത്തത്? സിന്റെ കേസിൽ നമ്മൾ എ 3 ആണെങ്കിൽ സിന്റെ കേസിൽ എന്താണ്? 14 ആണ് വരിക. ഡിന്റെ കേസിൽ എന്ത് വരും? 5 വരും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് റോയും അതുപോലെ തന്നെ കോളൊക്കെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡയഗണൽസ് കൂടി ഇന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, 14 + 12 26 ആണ്. 27 27 + 7 34 കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ 16 + 3 എന്ന് പറയുന്നത് 19 ആണ്. 19 + 10 29 ആണ്. 29 + 5 34. അപ്പൊ കൃത്യമായിട്ട് ഡയഗണൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 34 വരുന്നുണ്ട്. അപ്പൊ ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ്. എന്താണ്? 3 12 14 അതുപോലെ തന്നെ 5. ഇനി രണ്ടാമത്തെ കേസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എക്ക് 12 വരുന്ന കേസാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ എക്ക് ഇവിടെ 12 വന്നു. അങ്ങനെയാണെങ്കിൽ ബിക്ക് എന്താ വരിക? ബിക്ക് 3 ആണ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി എക്ക് 12 ആണെന്നുണ്ടെങ്കിൽ സിക്ക് എന്താണ് വരിക? സിക്ക് 5 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഡിക്ക് എന്ത് വരും? 14 വരും. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ ഡയഗണൽ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കുക, 16 + 12 28 ആണ്. 28 + 10 ചെയ്യുമ്പോൾ തന്നെ 38 വന്നു. അതായത് 34നേക്കാളും മുകളിൽ പോയി. അപ്പൊ ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 40 50 52 കിട്ടുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ആൻസർ എന്തല്ല? കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം കൃത്യമായിട്ട് അവിടെ ഡയഗണൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡയഗണലിന്റെ സമ്മ് നമുക്ക് മാറിപ്പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് റോന്റെ സമ്മോ അതുപോലെ തന്നെ കോളത്തിന്റെ സമ്മോ ഒക്കെ എന്താണ്? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 34 വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 12 + 5 17 ആണ്. 9 + 8 17 ആണ്. 17 + 17 34 വരുന്നുണ്ട്. ഇവിടെ 17 വന്നു, ഇത് രണ്ടും 17 വന്നു. 17 + 17 നമുക്ക് 34 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 19 വന്നു. 19ഉം 22 അതുപോലെ തന്നെ 22 + 12 നമുക്ക് 34 വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും 18ഉം 29 29 + 5 34 വരുന്നുണ്ട്. പക്ഷെ അവിടെ പ്രോബ്ലം എന്തിനാ വരുന്നത്? ഡയഗണലിന്റെ കേസിലാണ് വരുന്നത്. സോ നമ്മൾ ആദ്യം എടുത്തു വെച്ച ഈ ഒരു കേസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് എഴുതി കൊടുക്കാം. 3 12 14 5. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ ലിറ്റിൽ ഗേൾ ഐ നോ സെൽസ് ഓറഞ്ചസ് ഫ്രം ഡോർ ടു ഡോർ. വൺ ഡേ while on her rounds she sold half an orange more than half her mangoes to the first customer. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ഓറഞ്ച് വിൽക്കുന്ന ഒരു ചെറിയ ഗേളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആൾക്ക് അവൾ എത്ര ഓറഞ്ചാ കൊടുക്കുന്നത്? അവളുടെ കയ്യിലുള്ള ടോട്ടൽ ഓറഞ്ചിനേക്കാൾ അതിന്റെ ഹാഫ് പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഹാഫും കൂടി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു n നമ്പർ ഓഫ് ഓറഞ്ച് ആണ് അവളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ n/2 ഓറഞ്ച് ആദ്യം കൊടുത്തു, പിന്നെ ഒരു ഹാഫ് ഓറഞ്ചും കൂടി എന്ത് ചെയ്തു? എക്സ്ട്രാ കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ഒരാൾ കൊടുക്കുന്നത്. ഇനി ടു ദി സെക്കൻഡ് കസ്റ്റമർ ഷീ സോൾഡ്
half an orange more than half of the remainder. ഇനി ബാക്കിയുള്ളതുണ്ടല്ലോ, ഇപ്പൊ ഫസ്റ്റത്തെ കസ്റ്റമറിന് കൊടുത്തിട്ട് ബാക്കിയുള്ളതുണ്ടല്ലോ അതിന്റെ ഹാഫ് പ്ലസ് ഒരു ഹാഫ് ഓറഞ്ച് കൂടി, അതായത് ഫസ്റ്റത്തെ ആൾക്ക് എങ്ങനെയാണോ കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ. അപ്പൊ ബാക്കിയുള്ളത് ബേസ് ചെയ്തിട്ട് ആ ഒരു സെയിം ഓപ്പറേഷൻ തന്നെ ഒന്നുകൂടി തുടരുന്നു. ആൻഡ് to the third and last customer, she sold half an orange more than half the orange she now had. സെയിം പ്രോസസ്സ് അല്ലെ, ബാക്കിയുള്ളത് വെച്ചിട്ട് ഈ ഒരു സെയിം പ്രോസസ്സ് മൂന്നാമത്തെ കസ്റ്റമറിനോട് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ ഈ 3 കസ്റ്റമറിനും ഓറഞ്ച് കൊടുത്ത് ഇതേ ഒരു പ്രോസസ്സിൽ കൊടുത്തു കഴിയുന്ന സമയത്ത് ലീവിങ് ഹെർ നൺ, അല്ലെ, അവളുടെ കയ്യിൽ ഇനി ഓറഞ്ചസ് ഒന്നും കൃത്യമായിട്ട് ബാക്കിയില്ല. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാൻ യു ടെൽ ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ഷീ ഒറിജിനലി ഹാഡ്. ഇനീഷ്യലി ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ അവളുടെ കയ്യിൽ എത്ര ഓറഞ്ച് ആണ് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നു, ബൈ ദ വേ ഷീ നെവർ ഹാഡ് ടു കട്ട് ആൻ ഓറഞ്ച്. ഓറഞ്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പൊ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക, അവിടെ പറയുന്നുണ്ട് ടോട്ടൽ നമ്പറിന്റെ ഹാഫ് കൊടുത്തു, പിന്നെ ഒരു ഹാഫ് ഓറഞ്ചും കൊടുത്തു. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ലോജിക്കാണ് മനസ്സിലാവുന്നത്? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുക. അവിടെ കട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് എന്ന് പറയുന്നത് ഓഡ് ആവോ അല്ലെങ്കിൽ ഈവൻ ആവോ? പിന്നെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക? നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ ലോജിക്കുമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ, അതായത് പസിൽ മാനിയയുടെ എപ്പിസോഡ് 7 വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് പസിൽസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എപ്പിസോഡ് 7 നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.